ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിൽ 2-ാം അധ്യായത്തിൽ പെർഗാമോസ് സഭയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് നാം ഇപ്പോൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പെർഗാമോസിലെ സഭയ്ക്കുള്ള കത്തിലെ ആദ്യത്തെ ഭാഗം നാം വിശകലനം ചെയ്തു. ഇരുതല മൂർച്ചയുള്ള വാളുള്ളവനായ ക്രിസ്തു സഭകളോട് പറയുന്ന കാര്യങ്ങളായിട്ടാണ് ഇതിൽ വിവരണം നാം കാണുക. അപ്പോൾ സഭ എവിടെ നിൽക്കുന്നു, എന്താണ് സഭയുടെ യഥാർത്ഥ ചിത്രം എന്ന് ഇവിടെ അവതരിപ്പിക്കുന്നു. സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്താണ് സഭ നിൽക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ വളരെ പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ്, പശ്ചാത്തലത്തിലാണ് സഭ നിലകൊള്ളുന്നത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ യേശു പറയുന്നു, ഈ ഒരു പശ്ചാത്തലത്തിൽ വിജാതീയ ചിന്തകൾ, പ്രബോധനങ്ങൾ ഈ സഭയിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട് എന്ന കാര്യം കൂടി ഇവരെ ഓർമ്മപ്പെടുത്തുന്നു. അതാണ് ബാലാമിൻ്റെ പ്രബോധനം മുറുകെ പിടിക്കുക എന്നതുകൊണ്ടും അല്ലെങ്കിൽ നിക്കളോവാസ് പക്ഷക്കാരുടെ പ്രബോധനം മുറുകെ പിടിക്കുക എന്നതുകൊണ്ടുമൊക്കെ അർത്ഥമാക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തെ വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്തുകൊണ്ട് അവരിലുള്ള ആ തിന്മ എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് 16-ാം വാക്യത്തിൽ പറയുന്നു, മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ നിൻ്റെ അടുത്തേക്ക് ഞാൻ വേഗമെന്ന് എൻ്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും. അപ്പോൾ മാനസാന്തരപ്പെടുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടു. അത് ദൈവത്തിലേക്ക് തിരികെ വരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വിജാതീയ ദൈവങ്ങളുടെ പിന്നാലെ പോകുന്നവരോട് വീണ്ടും യഥാർത്ഥ ദൈവവിശ്വാസത്തിലേക്ക് തിരികെ വരാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഇനി അതിനോടൊപ്പം തന്നെ ഒരു താക്കീതും ഉണ്ട്. അല്ലെങ്കിൽ നിൻ്റെ അടുത്തേക്ക് ഞാൻ വന്ന് എൻ്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും. അപ്പോൾ യേശു പോരാടുന്നത് എന്തുകൊണ്ടാണ്? വായിലെ വാൾ കൊണ്ടാണ്, അതായത് വചനം കൊണ്ടാണ്. അപ്പോൾ വെളിപാടിൽ പറയപ്പെടുന്ന നടക്കുന്ന ഒരു യുദ്ധമെന്ന് പറയുന്നത് വചനം കൊണ്ടുള്ള ഒരു യുദ്ധമാണ്. അതായത് തിന്മകളുടെ ശക്തികൾക്കെതിരെയുള്ള ആ യേശുവിൻ്റെ ആ യുദ്ധം. അപ്പോൾ ഇവിടെ അന്ത്യവിധിയെക്കുറിച്ചൊന്നുമല്ല ഇവിടെ സൂചിപ്പിക്കുക. അപ്പോൾ യേശുവിലേക്ക് തിരികെ വരുന്നില്ല എങ്കിൽ വേഗം തന്നെ വന്ന് അവിടുന്ന് അവർ യുദ്ധം ചെയ്യുമെന്ന് പറയുമ്പോൾ അവരെ യേശുവിൻ്റെ പക്കലേക്ക് കൊണ്ടുവരുവാനായിട്ട് അവിടുന്ന് പരിശ്രമിക്കുന്നു എന്നാണ് അർത്ഥമാക്കുക. ഇപ്പോൾ എപ്പോഴും യേശുവിൻ്റെ സാന്നിധ്യം സഭകളിൽ ഉണ്ട് എന്ന് ഇത് അർത്ഥമാക്കുന്നു. ഇപ്പോൾ നമ്മളൊക്കെ എപ്പോഴൊക്കെ വഴിതെറ്റിപ്പോയാലും യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം നാമൊക്കെ തിരിച്ചറിയുക. അത് ആരാധന സമൂഹം എപ്പോഴും അത് തിരിച്ചറിയുവാനായിട്ട് പരിശ്രമിക്കണം എന്നുകൂടി ഈ കത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി അടുത്ത വാക്യം വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ, പ്രമേയങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്യമാണ്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ്ടും ഇവിടെ പറയുന്നു, ഗ്രഹിക്കാൻ കഴിവുള്ളവൻ, കേൾക്കാൻ മനസ്സുള്ളവൻ. അപ്പോൾ യേശു പറയുന്ന ആത്മാവ് പറയുന്ന കാര്യങ്ങൾ അത് കേൾക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. അപ്പോൾ എപ്പോഴും യേശുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴുമൊക്കെ നമ്മൾ കാതുകളും കണ്ണുകളുമൊക്കെ അടച്ച് നമ്മൾ ആ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം അകന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും പറയുന്നു, വിജയം വരിക്കുന്നവന്. അതിൻ്റെയും അർത്ഥം നമ്മൾ കണ്ടു. വിജയം വരിക്കുക എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ആ പ്രവർത്തനത്തോട് കൂടെ നിന്നുകൊണ്ട്, ചേർന്ന് നിന്നുകൊണ്ട്
തിന്മകളുടെ ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്ത് വിജയം വരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ തിന്മകളുടെ ശക്തികൾക്കെതിരെ വിജയം വരിക്കുക, അത് എപ്രകാരമാണ്? യേശു വിജയം വരിച്ചതുപോലെ തന്നെ യേശു തൻ്റെ കുരിശു മരണം വഴിയായിട്ട് ആ തിന്മകളെ കീഴടക്കിയതുപോലെ എൻ്റെ ജീവിതത്തിലും സഹനങ്ങളും ക്ലേശങ്ങളും ഒക്കെ വന്നാലും ആ തിന്മയ്ക്കെതിരെ നിലകൊണ്ട് യേശുവിനോടൊപ്പം നിൽക്കുവാനായിട്ട് എനിക്ക് സാധിക്കണമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ലഭിക്കുന്ന സമ്മാനമാണ് പിന്നീട് പറയുന്നത്, വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്നയിൽ നിന്ന് നൽകും. ഞാൻ നിഗൂഢ മന്നയിൽ നിന്ന് നൽകും. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കൂടുതലൊന്ന് വിശകലനം ചെയ്യാം. ഞാൻ നിഗൂഢ മന്നയിൽ നിന്ന് നൽകും. അപ്പോൾ എന്താണ് ഈ നിഗൂഢ മന്നയിൽ നിന്ന് എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഈ മന്നയെക്കുറിച്ച് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ 16-ാം അധ്യായത്തിൽ പുറപ്പാട് 16-ാം അധ്യായത്തിൽ 32 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ഈജിപ്തിൽ നിന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുവരുമ്പോൾ മരുഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ തന്ന അപ്പം നിങ്ങളുടെ പിൻതലമുറകൾ കാണുന്നതിന് വേണ്ടി അതിൽ നിന്ന് ഒരു ഓമർ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുവിൻ. അപ്പോൾ വാഗ്ദാന പേടകത്തിൽ അവർ ഇത് ഈ മന്ന സൂക്ഷിച്ച് വെച്ചിരുന്നു എന്നാണ് പറയപ്പെടുക. അപ്പോൾ അന്ന് ദൈവം അവരെ സംരക്ഷിച്ചതിൻ്റെ പ്രതീകമായിട്ട്, അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവർ ആ മന്നയുടെ ഒരംശം സൂക്ഷിച്ച് വെച്ചിരുന്നു. അപ്പോൾ ഈ മന്ന അത് പിന്നീട് ബൈബിൾ പാരമ്പര്യത്തിൽ, വിശുദ്ധ ഗ്രന്ഥ പാരമ്പര്യത്തിൽ സ്വർഗത്തിൽ നിന്നുള്ള അപ്പമായിട്ടാണ് അത് അറിയപ്പെടുക. മാലാഖന്മാരുടെ അപ്പം എന്നൊക്കെ അത് പറയപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് സങ്കീർത്തനം 78-ാം സങ്കീർത്തനത്തിൽ 24-25 വാക്യങ്ങൾ, മനുഷ്യൻ ദൈവദൂതന്മാരുടെ അപ്പം ഭക്ഷിച്ചു, അവിടുന്ന് ഭക്ഷണം സമൃദ്ധമായി അയച്ചു. അപ്പോൾ മന്ന അത് ദൈവത്തിൻ്റെ സ്വർഗത്തിൽ നിന്ന് വരുന്ന ഭക്ഷണം തന്നെയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇനി ഈ മന്ന അത് ജെറമ്യ പ്രവാചകൻ അത് ഒളിപ്പിച്ചു വെച്ചു എന്ന് മക്കബായരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് അവിടുന്ന് ജെറമ്യ പ്രവാചകൻ ഒരു ഗുഹയിൽ അത് ഒളിപ്പിച്ചു വയ്ക്കുന്നു. ആ ഒളിപ്പിച്ചു വെച്ച ആ ഒരു മന്ന അത് മെസ്സിയാനിക് നാളുകളിൽ വീണ്ടും അത് പ്രത്യക്ഷപ്പെടുമെന്ന ഒരു വിശ്വാസവും ഉണ്ടായിരുന്നു. 2 മക്കബായർ 2-ാം അധ്യായത്തിൽ 4 മുതലുള്ള വാക്യങ്ങൾ, ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് കൂടാരവും പേടകവും തൻ്റെ പിന്നാലെ കൊണ്ടുവരാൻ പ്രവാചകൻ കൽപ്പിച്ചു. ദൈവം നൽകുന്ന അവകാശ ഭൂമി കാണാൻ മോശ കയറിയ മലയിലേക്ക് അവൻ കയറി. 5-ാമത്തെ വാക്യം, അവിടെ ജെറമിയ ഒരു ഗുഹ കണ്ടു. കൂടാരവും പേടകവും ധൂപപീഠവും അതിൽ വെച്ച് പ്രവേശനദ്വാരം അടച്ചു ഭദ്രമാക്കി. അപ്പോൾ ആ മന്ന ഒളിപ്പിച്ചു വെച്ചു എന്നാണ് പറയപ്പെടുന്നത്. അത് വീണ്ടും മെസ്സിയാനിക നാളുകളിൽ അത് വീണ്ടും അത് പ്രത്യക്ഷപ്പെടും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ സൂചന കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 35-ാം വാക്യത്തിൽ ആ സ്വർഗത്തിൽ നിന്നുള്ള ആ മന്നയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അത് ജീവനപ്പമായ യേശു തന്നെയാണ്, ക്രിസ്തു തന്നെയാണ്. ഇത് തന്നെയാണ് വിശുദ്ധ കുർബാനയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ രഹസ്യവും. അപ്പോൾ ആ നിഗൂഢ മന്ന എന്ന് പറയുന്നത് അത് പഴയ നിയമം മുതൽ തന്നെ അതിൻ്റെ വിവരണമല്ല, അതിൻ്റെ പശ്ചാത്തലം കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ജെറമ്യ പ്രവാചകൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു പ്രതീകം, ആ ഒരു ചിത്രം എടുത്തുകൊണ്ടാണ് പറയുന്നത് ഈ നിഗൂഢ മന്ന നിങ്ങൾക്ക് തരും എന്നത്. അപ്പോൾ വരാനിരിക്കുന്ന ലോകത്തിലാണ് ഈ ജീവൻ്റെ പൂർണ്ണതയിൽ ഒരു പങ്കുചേരുക. അപ്പോൾ ഇത് തന്നെയാണ് ഈ നിഗൂഢ മനയിൽ നിന്ന് ഭക്ഷിക്കും എന്ന് പറയുന്നത് തന്നെയാണ് പിന്നീട് ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കും എന്നുകൊണ്ടും അർത്ഥമാക്കുന്നത്. 22-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സഹനത്തിലൂടെയും യേശുവും സഭയുമായിട്ടുള്ള ഐക്യത്തിലൂടെയുമാണ് ഈ ഒരു ഐക്യത്തിൽ നാം പങ്കുചേരുന്നത്. അപ്പോൾ നമ്മൾ യേശുവിനോട് വിശ്വസ്തത പുലർത്തിയാൽ അവിടെ നിന്ന് നൽകുന്ന ഒന്നാമത്തെ ആ ഒരു പ്രതിഫലം, ഒരു സമ്മാനം എന്ന് പറയുന്നത്
ഈ നിഗൂഢ മന്നയിലുള്ള ആ ഒരു പങ്കുചേരൽ അത് വിശുദ്ധ കുർബാന തന്നെയാണ് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ആരാധന സമൂഹത്തോട് പറയുന്നൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു, വെളിപാട് ഗ്രന്ഥത്തിൽ ആരാധനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്, അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. 1-ാം അധ്യായത്തിൽ 9-10 വാക്യങ്ങളിൽ പറയുന്നതും അതൊക്കെ തന്നെയാണല്ലോ. യോഹന്നാൻ കർത്തൃദിനത്തിലായിരുന്നപ്പോൾ ലഭിച്ച ദർശനം. കർത്തൃദിനം ഏതാണ്? അത് അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പങ്കുചേർന്നപ്പോൾ ലഭിച്ച ദർശനം. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ ഒരു അപ്പം മുറിക്കൽ ശുശ്രൂഷയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ വിവരണമെന്ന് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ആ സൂചനകളും ഇതിൽ നമ്മൾ കാണുന്നു. ഇനി തുടർന്ന് നമ്മൾ കാണുന്നു, ഞാൻ നിഗൂഢ മന്നയിൽ നിന്ന് നൽകും, അതുപോലെ തന്നെ അവന് ഞാൻ ഒരു വെള്ളക്കല്ല് കൊടുക്കും, ഒരു പുതിയ നാമം അതിൽ കൊത്തിയിരിക്കും. അത് സ്വീകരിക്കുന്നതിനൊഴികെ അത് ആർക്കും അറിയുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ എന്താണ് ഈ അവനൊരു വെള്ളക്കല്ല് കൊടുക്കും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അപ്പോൾ അതിൻ്റെയും അർത്ഥം നമ്മൾ അറിയുവാനായിട്ട് അന്നത്തെ ആ ഒരു പശ്ചാത്തലം, ഒരു സാംസ്കാരിക പശ്ചാത്തലമൊക്കെ നമുക്കെടുക്കാം. ഇപ്പോൾ കല്ല്, വെള്ളക്കല്ല്, വെളുത്ത കല്ല്, കറുത്ത കല്ല്, അതൊക്കെ വിധി പറയുവാനായിട്ടുള്ള ആ ഒരു നേരത്ത് ഉപയോഗിക്കുന്ന കല്ലുകളാണ്, ഒരു മോചന വിധിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുകൂലിക്കുന്നു പ്രതികൂലിക്കുന്നു എന്ന് കാണിക്കുവാനായിട്ട് അവർക്ക് ഒരു വെള്ളക്കല്ലും കറുത്ത കല്ലും കൊടുക്കും. അപ്പോൾ വെള്ളക്കല്ല് ആണ് അതിലിടുന്നതെങ്കിൽ അപ്പോൾ അതിൽ ഭൂരിപക്ഷമുണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു വ്യക്തിയെ മോചിപ്പിക്കുന്നു. അപ്പോൾ വെള്ളക്കല്ലെന്ന് പറയുന്ന ഒരു മോചന വിധിയുടെ ഒരു പ്രതീകമായിരുന്നു. അതുപോലെ തന്നെ വെള്ളക്കല്ല് ഒരു വിജയത്തിൻ്റെ പ്രതീകമായിട്ട് അത് സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. പിന്നെ മെസ്സിയാനിക വിരുന്നിൽ പങ്കുചേരാനായിട്ടുള്ള ഒരു ക്ഷണമായിട്ടും ഈ വെള്ളക്കല്ല് ഉപയോഗിക്കപ്പെട്ടിരുന്നു. അതായത് ഒരു അക്കാലങ്ങളിൽ ആഘോഷ വിരുന്നുകളിലൊക്കെ പങ്കുചേരാനായിട്ട് കൊടുക്കുന്ന ഒരു ഒരു പ്രവേശനത്തിനുള്ള ഒരു അടയാളം, നമ്മൾ ഒരു എൻട്രൻസ് ടിക്കറ്റ് എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്ന പോലെ ഒരു അടയാളമായിട്ടും ഈ വെള്ളക്കല്ലൊക്കെ നൽകിയിരുന്നു. അപ്പോൾ ആഘോഷമായിട്ടുള്ള വിരുന്നുകളിൽ അപ്പോൾ അത് എടുത്തുകൊണ്ടാണ് മെസ്സിയാനിക് വിരുന്നിൽ പങ്കുചേരാനായിട്ടുള്ള ആ ഒരു അടയാളമായിട്ട് ഈ വെള്ളക്കല്ലിനെ കണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു അർത്ഥം, അതിൽ ചിലപ്പോഴൊക്കെ ഒരു ദേവൻ്റെ പേര് കൊത്തിയിരുന്നു. അപ്പോൾ അത് ആ കൊത്തിയിരുന്ന ആ പേര്, അത് ആ നാമം, അതൊക്കെ അറിയുന്നവന് ആ ദേവൻ്റെ ശക്തി ലഭിക്കും എന്നുള്ള വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളക്കല്ലിന് അക്കാലങ്ങളിൽ വലിയൊരു പ്രാധാന്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതീകം എടുത്തുകൊണ്ടാണ് ഇവിടെ ക്രിസ്തു പറയുന്നത്, വിജയം വരിക്കുന്നവന് ഞാൻ വെള്ളക്കല്ല് നൽകും. ഇനി വെളിപാടിൽ ഈ വെള്ളക്കല്ല് നൽകുമെന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അത് തീർച്ചയായിട്ടും അത് വെളുപ്പ് നിറവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വെള്ളക്കല്ല്, വെളുപ്പ് നിറം, അത് ഉത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അവർക്ക് ലഭിക്കുന്ന ആ ഉത്ഥാനത്തിലുള്ള പങ്കാളിത്തം ഇത് തന്നെയാണ് നമ്മൾ 6-ാം അധ്യായത്തിൽ ആ ബലിപീഠത്തിന് കീഴെ ഉള്ളവർക്ക് വെളുത്ത വസ്ത്രം നൽകപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ. അതുവഴിയായിട്ട് അവർ ആ യേശുവിൻ്റെ ഉത്ഥാനത്തിൽ പങ്കുചേരുന്നതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എന്ന് പറയുന്ന പോലെ തന്നെ വെള്ളക്കല്ല് നൽകുന്നവരും യേശുവിൻ്റെ ഉത്ഥാനത്തിൽ പങ്കുചേരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നെ അതിനോട് ചേർത്ത് പറയുന്നു, പിന്നെ ഒരു പുതിയ നാമവും നിങ്ങൾക്ക് നൽകും. അപ്പോൾ പുതിയ നാമം, അപ്പോൾ അതും ഇതുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി കാണുവാനായിട്ട് സാധിക്കും. പുതിയത്, അതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം കൈനോസ് എന്നാണ്, പുതിയത്. അപ്പോൾ അത് ഒരു അതിൻ്റെ ഒരു ആന്തരികമായിട്ട് തന്നെയുള്ള ഒരു പുതുമ അത് സൂചിപ്പിക്കുന്നു, പുതിയ സ്വഭാവം അത് സൂചിപ്പിക്കുന്നു. അപ്പോൾ പുതിയ നാമം ലഭിക്കുക എന്ന് പറയുമ്പോൾ പുതിയ ഒരു ഐഡൻറ്റിറ്റി ആ വ്യക്തിക്ക് ലഭിക്കുന്നു. പഴയ നിയമത്തിൽ അബ്രാഹമായിട്ട് മാറുന്ന നമ്മൾ കാണുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ യൂദ ഇസ്രായേലായിട്ട് മാറുന്നു. അപ്പോൾ അവർക്ക് ലഭിക്കുന്ന ആ പുതിയ പേരുകൾ, അവർക്ക് ലഭിക്കുന്ന പുതിയൊരു അസ്തിത്വം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പുതിയൊരു നാമം നൽകുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ആ പുതിയൊരു അസ്തിത്വം, യേശുവിൻ്റെ ഉദ്ധാനത്തിൽ പങ്കുചേരുമ്പോൾ ലഭിക്കുന്ന
ആ പുതിയ അസ്തിത്വം തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 62-ാമത്തെ അധ്യായത്തിൽ നവീകരിക്കപ്പെട്ട ജെറുസലം കർത്താവ് നൽകുന്ന പേരിൽ അറിയപ്പെടുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ടൊക്കെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ യേശുവിന് ലഭിക്കുന്ന പുതിയ പേര്, കുരിശും മരിച്ച യേശുവിന് ലഭിക്കുന്ന പുതിയ പേര് ക്രിസ്തു എന്നാണ്. എന്ന് പറയുന്ന പോലെ ആ ഉദ്ധാനത്തിൽ പീഡകളിലൂടെയൊക്കെ കടന്നുപോയി യേശുവിനോട് വിശ്വസ്ത പുലർത്തുമ്പോൾ സഭയ്ക്ക് ലഭിക്കുന്ന ആ പുതിയൊരു പേര്, പുതിയൊരു അസ്തിത്വം, അതാണ് ഇത് അർത്ഥമാക്കുന്നത്. അപ്പോൾ യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു പുതിയ ജീവൻ തന്നെയാണ് ഇതെല്ലാം അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ വെള്ളക്കല്ലും പിന്നെ അതുപോലെ തന്നെ പുതിയ നാമവുമൊക്കെ അവർക്ക് ലഭിക്കുന്ന ആ പുതിയൊരു അസ്തിത്വം. അപ്പോൾ യേശുവിനോട് വിശ്വസ്ത പുലർത്തുന്ന ആ വിശ്വാസികൾ ആ യേശുവിൻ്റെ ആ അസ്തിത്വത്തിൽ തന്നെയാണ് പങ്കുചേരുന്നത്, യേശുവിൻ്റെ ജീവനിൽ തന്നെയാണ് പങ്കുചേരുന്നത്. അപ്പോൾ സ്വർഗീയ ജെറുസലേമിൽ പ്രവേശിക്കുന്ന അവർക്ക് ലഭിക്കുന്ന ആ പുതിയൊരു അസ്തിത്വം, അത് ഇവർക്ക് ലഭിക്കുന്ന വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു അടയാളം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ സഭയ്ക്ക് കൊടുക്കുന്ന ഈ ഒരു സന്ദേശം ഇത് തന്നെയാണ്. നമ്മുടെ ചുറ്റുമൊക്കെ ഉള്ള പ്രലോഭനങ്ങൾ അതിശക്തമാണ് എങ്കിലും അതിനൊക്കെ അതിജീവിച്ച് ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയിൽ നമ്മൾ നിലനിന്നാൽ നമ്മെ കാത്തിരിക്കുന്നത് യേശുവിലുള്ള പുതു ജീവിതം തന്നെയാണ്. ഇന്ന് നമ്മുടെയൊക്കെ ചുറ്റും കാണുന്ന ഇതുപോലുള്ള ഒത്തിരിയേറെ പ്രലോഭനങ്ങളാണ്. അത് പുതിയ പുതിയ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് മാത്രം. പലപ്പോഴും നമ്മൊക്കെ ലൗകികമായിട്ടുള്ള നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ടോ ലൗകികമായിട്ട് ഭൗമികമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ ഇതുമായിട്ട് നമ്മൾ സമരസപ്പെടുന്നു. ചെറിയൊരു കോംപ്രമൈസ് അതിൽ നമ്മൾ ഏർപ്പെടുന്നു. പക്ഷേ അതുവഴിയായിട്ട് നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? നാം യേശുവിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെ ആ പ്രലോഭനങ്ങൾ അതിജീവിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുന്ന സഭയെ നോക്കിയിട്ട് പറയുന്നത്, വാളുള്ളവനായ ക്രിസ്തു പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ തെറ്റുകളെയൊക്കെ നിങ്ങൾ അത് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് അകന്ന് നിങ്ങൾ യേശുവിനോട് വിശ്വസ്ത പുലർത്തിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് പുതിയ ജീവൻ തന്നെയാണ്, പുതിയ അസ്തിത്വം തന്നെയാണ്. അപ്പോൾ നമ്മയും കാത്തിരിക്കുന്ന ആ യേശുവിൻ്റെ അസ്തിത്വം, അതിനായിട്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നാണ് ഈ കത്തിലൂടെ യോഹന്നാൻ നമ്മോട് പറയുക. അപ്പോൾ നമ്മൾ ഈ 3 കത്തുകളെക്കുറിച്ച് നമ്മളിപ്പോൾ കണ്ടു. ഇപ്പോൾ 1-2 കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. അപ്പോൾ ഈ കത്തുകളുടെ വിവരണത്തിലൂടെ യോഹന്നാൻ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഇതിലുള്ള ആ ദർശന വിവരണത്തിൻ്റെ ഒരു പശ്ചാത്തലം അവതരിപ്പിക്കുകയാണ്. എന്താണ് പശ്ചാത്തല വിവരണം? അത് സഭകൾ തന്നെയാണ്. അപ്പോൾ സഭകളെ വിലയിരുത്തിയിട്ട് സഭകളുടെ ജീവിതത്തിൽ ഉള്ള ആ കാര്യങ്ങൾ, നന്മ തിന്മകൾ, അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞ് എങ്ങനെയാണ് യേശുവിനോട് വിശ്വസ്തത പുലർത്തി ആ തിന്മകളെയെല്ലാം അതിജീവിച്ച് യേശുവുമായിട്ടുള്ള ഐക്യത്തിൽ എത്തിച്ചേരേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ ആ വിവരണമാണ് പിന്നീട് ദർശന വിവരണത്തിലുള്ളത്. എങ്ങനെയാണ് തിന്മകളൊക്കെ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യുന്നത് എന്നാണ് പിന്നീട് പറയുന്നത്. അപ്പോൾ ഇതാണ് വെളിപാട് ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ പശ്ചാത്തലം എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ വെളിപാട് ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്നത് ആരാധന സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. ആരാധന സമൂഹം തങ്ങളുടെ ജീവിതത്തെ വിലയിരുത്തിയിട്ട് എപ്രകാരമാണ് നവീകരിക്കേണ്ടത് എന്നാണ് വെളിപാടിൻ്റെ സന്ദേശം. അപ്പോൾ ഈ ഒരു അടിസ്ഥാനം അത് നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ പിന്നീട് ദർശന ഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ അർത്ഥം, അതിൻ്റെ സാങ്കത്യം എന്തെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത കത്തിലേക്ക് കടക്കാം. 2-ാം അധ്യായത്തിൽ 4-ാമത്തെ കത്ത് തിയത്തീറയിലെ സഭയ്ക്കുള്ള കത്ത്. അതിലെ ഏതാനും വാക്യങ്ങൾ ഞാൻ വായിക്കാം. തിയത്തീറയിലെ സഭയുടെ ദൂതന് എഴുതുക. അഗ്നിനാളം പോലെ മിഴികളും തിളങ്ങുന്ന പിത്തള പോലെ പാദങ്ങളുമുള്ള ദൈവപുത്രൻ ഇപ്രകാരം പറയുന്നു: നിൻ്റെ പ്രവൃത്തികൾ, നിൻ്റെ സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും സഹനശക്തിയും ഞാൻ അറിയുന്നു. നിൻ്റെ അവസാനത്തെ പ്രവൃത്തികൾ ആദ്യത്തേതിനേക്കാൾ അധികമാണ്. എങ്കിലും നിനക്കെതിരെ
എനിക്കൊന്നുണ്ട്. വ്യഭിചാരം ചെയ്യുകയും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കുകയും ചെയ്യാൻ എൻ്റെ ദാസരെ പഠിപ്പിക്കാനും വഴിതെറ്റിക്കാനും പ്രവാചകയെന്ന് സ്വയം വിളിക്കുന്ന ജസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു. ഇനി നമുക്ക് ഈ സഭ നിന്നിരുന്ന ആ സ്ഥലത്തെക്കുറിച്ചുള്ള പശ്ചാത്തലം നമുക്ക് ചെറുതായിട്ടൊന്ന് കാണാം. തിയത്തീറ എന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ചില ചരിത്രപരമായിട്ടുള്ള ചില കാര്യങ്ങൾ. തിയത്തീറയിലെ സഭ എന്ന് പറയുന്നത് വളരെ അപ്രധാനമായിട്ടുള്ള ഒരു സഭയാണെന്ന് വേണമെങ്കിൽ പറയാം. BC 300 സെലൂക്യ രാജാക്കന്മാർ ഈ നഗരം സ്ഥാപിക്കുന്നത്. ഇന്നത് അക്കിസാർ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ പെർഗാമോസിൽ നിന്ന് ഏകദേശം 65 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഗ്രീസ്, മാസഡോണിയ, റോം എന്നീ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ള ആളുകളൊക്കെ ഇവിടെ താമസിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വ്യാവസായികമായിട്ടും ഒക്കെ ചെറിയ പ്രാധാന്യമൊക്കെ ഇതിന് ഉണ്ടായിരുന്നു. ഇപ്പോൾ ലിക്കോസ് നദിയുടെ തീരത്ത് വാണിജ്യ ബന്ധങ്ങളുടെ കേന്ദ്രമായിരുന്ന ഇവിടെ ഉണ്ടായിരുന്നത് ഓട് ചെമ്പ് വ്യവസായങ്ങൾ, കമ്പിളി നെയ്ത്ത്, തുകൽ വ്യവസായം, പാത്രനിർമ്മാണം തുടങ്ങിയവയൊക്കെയായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ സംഘങ്ങളുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതായിട്ട് പൗരാണിക ലിഖിതങ്ങളിലൊക്കെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന വേറൊന്നാണ് അടിമ വ്യാപാരം. അപ്പോൾ ചില ശിലാഫലകങ്ങളിൽ ഒരു അടിമ വ്യാപാരി രാജക്ഷേത്രത്തിലെ ഉത്സവം നടത്തുവാനായിട്ട് വലിയ തുക ചെലവഴിച്ചതിനെക്കുറിച്ചുള്ള സൂചനയൊക്കെ ഉണ്ട്. അപ്പോൾ അന്നുണ്ടായിരുന്ന ചില സാമൂഹികമായിട്ടുള്ള ചില വ്യവസ്ഥിതികളും നമുക്ക് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് മറ്റ് സമൂഹങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മറ്റ് സ്ഥലങ്ങളിലെ പോലെ നിരവധി ദേവതകളൊക്കെ വണങ്ങിയിരുന്നു. വിജാതീയ മതങ്ങളുണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം നിരവധി ദേവതകളെ അവർ വണങ്ങിയിരുന്നു. പക്ഷേ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ക്ഷേത്രവും ഇവിടെ ഉണ്ടായിരുന്നില്ല. അത് തന്നെ സൂചിപ്പിക്കുന്നത് ഈ നഗരത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. പക്ഷേ എങ്കിലും ഇവിടെ മറ്റ് നഗരങ്ങളിലെ പോലെ ചക്രവർത്തി ആരാധന ഉണ്ടായിരുന്നു. അത് ഏഷ്യ മൈനറിലെ മിക്കവാറും എല്ലാ നഗരങ്ങളിലും അത് വ്യാപകമായിരുന്നു. ഇനി ഇത് ഏകദേശം 190 BC ഇത് റോമൻ ഭരണത്തിന് കീഴിൽ വരുന്നത്. ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ചില നാണയങ്ങളിൽ ഈ തലയ്ക്ക് മുകളിൽ ഉയർത്തിയിരിക്കുന്ന ഒരു മഴുവിൻ്റെ ചിത്രം കാണാം. അത് ശത്രു സംഹാരത്തിനായിട്ട് ഉയർത്തിയിരിക്കുന്ന മഴുവിൻ്റെ ഒരു അടയാളമാണ്, ഒരു പ്രതീകമാണ്. യോഹന്നാൻ്റെ ഈ കത്തിലും ഈ മഴുവിനെക്കുറിച്ചുള്ള ഒരു സൂചന നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ സഭയുടെ പേര് കാണുന്നത് പൗലോസ്ലീഹ മാനസാന്തരപ്പെടുത്തിയ ലിദിയെക്കുറിച്ച് പറയുമ്പോഴാണ്. അപ്പോൾ പട്ടുവിൽപ്പനക്കാരിയായ അവൾ ഇവിടെ തിയത്തീറക്കാരിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ചുള്ള സൂചനയുണ്ട്. മിക്കവാറും AD 50കളിലായിരിക്കണം അവൾ യേശുവിലുള്ള വിശ്വാസം സ്വീകരിച്ചു. പക്ഷേ തിയത്തീറ സഭയെക്കുറിച്ച് വലിയ സൂചനകൾ നമ്മളിവിടെ കാണുന്നില്ല. മിക്കവാറും AD 80കളിലായിരിക്കണം ഇവിടെ സഭാസമൂഹം കുറച്ചുകൂടി കൂടുതൽ വേര് പിടിച്ചത് എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സഭയുടെ നേതൃത്വത്തിൽ പല പ്രവാചകരുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പിന്നീടുള്ള രചനകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവാചക സമൂഹങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് ഈ പ്രവാചക സമൂഹങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യവും ഉണ്ടായിരുന്നുവെന്ന് പിൽക്കാലത്ത് എപ്പിഫാനസ് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഇവിടെ നമ്മളൊന്ന് കാണുന്നത് വളരെ അപ്രധാനം എന്ന് പറയുന്ന ഈ സഭയ്ക്കാണ് ഏറ്റവും വലിയ ഒരു കത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്രിസ്തു ഇവർക്ക് ദീർഘമായിട്ടുള്ള കത്ത് എഴുതി ഇവരുടെ അവസ്ഥയെ വളരെ ആഴത്തിൽ ഇവരെ വിവേചിച്ച് അറിഞ്ഞ് അറുത്തുമുറിച്ച് വിവേചിച്ചറിഞ്ഞ് അവരെക്കുറിച്ചൊക്കെ പറയുന്നു. എങ്ങനെയാണ് യേശുവിൻ്റെ വിശ്വാസത്തിലേക്ക് തിരികെ വരേണ്ടത് എന്നൊക്കെ പറയുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഘടനയിലേക്ക് കടക്കാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ തിയത്തീറ സഭയെക്കുറിച്ച് പറയുമ്പോൾ
ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, വളരെ അപ്രധാനമായിട്ടുള്ള ഒരു നഗരത്തിലുള്ള വളരെ അപ്രധാനമായിട്ടുള്ള ഒരു സഭാ സമൂഹമാണ്. അതും നമുക്ക് കാണാം, ഇതുപോലെ ഉള്ള സഭാ സമൂഹങ്ങളും ഇന്നൊക്കെയുണ്ട്. വളരെ അപ്രധാനമെന്ന് പറയുന്ന സഭാ സമൂഹങ്ങൾ, പക്ഷേ എത്ര അപ്രധാനമാണ് എന്ന് നമുക്ക് തോന്നിയാലും ക്രിസ്തുവിന് ഈ സഭകളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് യേശു ഇവർക്ക് വളരെ ദീർഘമേറിയ കത്ത് എഴുതുന്നത്. അപ്പോൾ എത്ര അപ്രധാനമെന്ന് നമുക്ക് വിചാരിച്ചാലും ചിന്തിച്ചാലും യേശുവിന് നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഈ സഭകളും എന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഇനി ഈ സഭയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഏവർക്കും വണക്കം.